അതിൽ ദിലീപ് കുമാർ ഇപ്പോൾ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനുള്ള അദ്ദേഹത്തിന്റെ വാടക വീട്ടിനുള്ളിൽ നിന്ന് ആർ ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും അവിടെയുണ്ട്, ആ കുടുംബം അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ വീട് ഉൾപ്പെടെ കേരളത്തിലും കർണാടകത്തിലുമായി 12 ഇടങ്ങളിലാണ് ED അതിനാടകീയമായിട്ട് ഇന്ന് രാവിലെ പരിശോധനയുമായി എത്തിയിട്ടുള്ളത്. ഇത് ശരിക്കും രേഖകൾ പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയാനുള്ള ED അന്വേഷണത്തിന്റെ ഭാഗമായി കുറച്ചധികം കാലമായി ഇത്തരമൊരു പരിശോധന നടക്കുമോ എന്ന് സംശയിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് വിവരം? എക്സാലോജിക് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ED അന്വേഷണത്തിന് സ്റ്റേ നീക്കിയതോടെയാണ് നാടകീയമായി ED ഇന്ന് രാവിലെ തന്നെ 12 കേന്ദ്രങ്ങളിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലാണ് രാവിലെ 7 മണിയോടെ ED സംഘം എത്തിയത്. കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടക്കുന്നത്. ഈ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനയാണ് ഈ റെയ്ഡിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ പിണറായിയിലെ വെണ്ടുട്ടായിലെ വീട്ടിലും ഈ ED അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അവിടെ വീട് അടഞ്ഞു കിടക്കുകയാണ്. അടഞ്ഞു കിടക്കുന്ന വീട് തുറന്നു കൊടുക്കണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. അതനുസരിച്ച് വീട് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയും മകൾ വീണയും ചെറുമകൻ കിരണും ചെറുമകനുമാണ് ഇവിടെ, ഇഷാനുമാണ് ഇവിടെ ഉള്ളത്. അവർ ഇവിടെ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് പൊതുപരിപാടി ഉണ്ടായിരുന്നു. പൊതുപരിപാടിക്ക് ശേഷം അദ്ദേഹം തിരിച്ച് ഈ വീട്ടിലേക്ക് എത്തിയതാണ്. അതിന് ശേഷം അദ്ദേഹം ഇന്ന് മറ്റ് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വാടക വീട്ടിൽ തന്നെ താമസിക്കുകയായിരുന്നു. ഇവിടെ പരിശോധന തുടങ്ങിയിട്ടിപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായി. ED ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ അവർ പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളാണ്. ഇതോടൊപ്പം തന്നെ CMRLന്റെ ഓഫീസുകളിലും സമാന്തരമായി തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് CMRLന്റെ ഓഫീസിൽ ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഈ ED അന്വേഷണം വരെയുള്ള കാര്യങ്ങളിൽ എത്തി നിൽക്കുന്നത്. അന്ന് CMRL ഈ എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. CMRLന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായി ചോദ്യം ചെയ്യലിലും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. പിന്നീട് ഈ ആദായ നികുതി ഇടക്കാല തർക്കപരിഹാര ബോർഡ് ഇത് മാസപ്പടിയാണെന്ന് കണ്ടെത്തുകയും അത് ഒരു തീർപ്പായി പുറത്തു വരികയുമായിരുന്നു. അതോടുകൂടിയാണ് ഈ മാസപ്പടി കേസ് എന്ന പേരിൽ ഇത് രാഷ്ട്രീയ വിവാദമായി പരിണമിക്കുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ CPM മുന്നോട്ട് വന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്ത് പ്രസ്താവന ഇറക്കി. 2 വ്യക്തികൾ 2 സ്ഥാപനങ്ങൾക്കിടയിലുള്ള നിയമാനുസൃതമായ ഇടപാടാണ് എന്നായിരുന്നു CPIMന്റെ നിലപാട്. ഇതോടനുബന്ധിച്ച് ഏരിയ തലങ്ങളിലടക്കം ഉള്ള പ്രചരണ പരിപാടികളും പ്രതിരോധ ക്യാമ്പയിനുകളും മറ്റും CPIM നടത്തിയിരുന്നു. അങ്ങനെ വിപുലമായൊരു രാഷ്ട്രീയ ക്യാമ്പയിനിലൂടെയാണ് അന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പ്രതിരോധിച്ച് നിർത്താൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ED അന്വേഷണത്തിന്റെ സ്റ്റേ ഹൈക്കോടതി നീക്കിയതോടെ നാടകീയമായിട്ടുള്ള റെയ്ഡ് നടപടികളുമായി ED മുന്നോട്ട് വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്. കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും പിണറായി വിജയൻ്റെ മരുമകനും ബേപ്പൂർ MLA-മായ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുമായും മറ്റും ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും അവിടങ്ങളിലൊക്കെ തന്നെ പരിശോധന ഉണ്ട് എന്ന വിവരങ്ങളും ഇതിനകം തന്നെ പുറത്തു വരുന്നു. എന്തായാലും ഈ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുന്നു. ഇതാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അല്പസമയത്തിനകം ദീപക് ശർമ്മ കോഴിക്കോട് നിന്ന് ചേരും. ഇപ്പോൾ ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ്, ശരിക്കും ഇത് കുറച്ച് കാലമായി ED ആഗ്രഹിച്ചിരുന്ന ഒരു പരിശോധനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. CMRL എക്സാലോജിക് കേസിൽ ആരോപണ വിധേയനായ അദ്ദേഹത്തിൻ്റെ മകൾ വീണയും കുടുംബവും ഇപ്പോൾ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലുണ്ട്. ആ വീട്ടിലേക്കാണ് ഇന്ന് വെളുപ്പിന് അതിനാടകീയമായി കേരളത്തിലെ ഒരു പോലീസിനെയും അറിയിക്കാതെ, സ്പെഷ്യൽ ബ്രാഞ്ചോ മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അറിയാതെ ED കടന്നു ചെന്നിരിക്കുന്നത്. കേന്ദ്രസേനയുടെ പിൻബലത്തിലാണ് ED അവിടേക്ക് കടന്നിരിക്കുന്നത്. 12 ഇടങ്ങളിൽ ഇതിനോടൊപ്പം ഈ ബേക്കറി ജംഗ്ഷനിലെ ഈ വാടക വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ SKN 12 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് ഒരേ സമയം നടക്കുന്നത്. അത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിന് കൊച്ചി ആസ്ഥാനമായുള്ള CMRL എന്ന സ്ഥാപനം, ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള CMRL എന്ന സ്ഥാപനം 2017-2020 കാലഘട്ടത്തിൽ 1.72 കോടി രൂപ നൽകി എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് നേരത്തെ അത് ആദായനികുതി വകുപ്പിന്റെ ആരോപണം മാത്രമായിരുന്നില്ല. ആദായനികുതി വകുപ്പിന്റെ ഡൽഹിയിലെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അക്കാര്യത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, സേവനം നൽകാതെയാണ് ഈ 1.72 കോടി രൂപ കൈപ്പറ്റിയത് എന്ന ആരോപണമാണ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത്.
വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇത് ആദായനികുതി വകുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ പരിശോധനകൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലേക്ക് ശശിധരൻ കർത്ത പോകുന്നു. അത് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം അവർക്കെതിരാകുന്നു. CMRL നേരത്തെ 57.78 കോടി രൂപ സമ്മതിച്ചു. പിന്നീട് 73.38 കോടി രൂപയുടെ ആ കാര്യം കൂടി പുറത്തേക്ക് വരുന്നു. അങ്ങനെ അത് ബിസിനസ് ചെലവായി കണക്കാക്കാനാകില്ല. അത് ആ തുകയ്ക്ക് 1.72 കോടി രൂപയ്ക്ക് കൂടി നികുതി നൽകണം എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ, ചില പരാമർശങ്ങളൊക്കെ അത് പിന്നീട് വിവാദമായി മാറുകയും ചെയ്തു. അങ്ങനെ ആദായ നികുതി വകുപ്പിൻ്റെ ആദ്യഘട്ടം പിന്നിട്ട് അതൊരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുന്നതിനാണ് പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലേക്ക് പിന്നീട് ഈ വിവാദം എത്തുന്നു. അതിലേറ്റവും പ്രധാനം അല്പസമയം നേരത്തെ നമ്മളോട് സംസാരിച്ച അഡ്വക്കേറ്റ് ഷോൺ ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ നീക്കങ്ങൾ തന്നെയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് ഷോൺ ജോർജ് പരാതി അയക്കുന്നു. KMRL, എക്സാലോജിക്ക്, KSIDC എന്നിവർക്കെതിരെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. SKN ഇന്ന് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി അജ്മൽ ദിറാറും കൊച്ചിയിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധി വിഷ്ണു സുരേഷുമാണ്. അവരാണ് ഇത് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നുണ്ട്, 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന വാർത്ത ആദ്യമായി പ്രേക്ഷകരെ ദൃശ്യങ്ങളുടെ പിന്തുണയോടുകൂടി അറിയിക്കുന്നത്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയും പിന്നീട് ഷോൺ ജോർജ് കോടതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ കോടതിയിലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN കോടതിയിൽ നടത്തിയ ആ നിയമയുദ്ധവുമായി ബന്ധപ്പെട്ട് KSIDCക്ക് CMRL അവർക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്, കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്. അതുകൊണ്ട് തന്നെ KSIDCക്ക് വേണ്ടി ഹാജരാകാൻ KSIDCക്ക് കോടതിയിൽ ഹാജരാകുന്നതിനുള്ള അഭിഭാഷകരുണ്ട്. പക്ഷേ അവരെ മറികടന്നുകൊണ്ട് 25 ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥനെ രംഗത്തിറക്കി. KSIDC സർക്കാരിൻ്റെ ആ കാര്യത്തിലുള്ള നീക്കങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ സംശയകരമായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തതിനും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അതിൽ പിന്നീട് കമ്പനികാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ടൊക്കെ നീങ്ങുമ്പോൾ SFIO അന്വേഷണം ആരംഭിക്കുന്നു. അത് ഇത്തരം കമ്പനികളുടെ വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന SFIO. ഒരു നിമിഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.